അങ്ങനെ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും താമസിയാതെ പുറത്തേക്കുള്ള വഴിയൊരുക്കുകയാണ് കേരളത്തിലെ BJP. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ മുരളീധരനും സുരേന്ദ്രനും ചേർന്ന് വാക്കുകൾ കൊണ്ട് തല്ലിച്ചതക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ. പാവം രാജീവിനാണെങ്കിൽ മറുപടി പറയാൻ പോയിട്ട് മലയാളം പോലും നേരെ അറിയാൻ പാടില്ല. ഒരു കൂടിയാലോചന പോലും ഇല്ലാതെയാണ് BJPയുടെ ഇപ്പോഴത്തെ പോക്കെന്നും കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ് കേരളത്തിലെ BJPയിൽ നടക്കുന്നത് എന്നുമാണ് ഇവർ ആഞ്ഞടിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായി ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ പറയുകയും രാജീവ് ചന്ദ്രശേഖരൻ്റെ തോൽവിയാണ് അവിടെ കണ്ടതെന്നും വ്യക്തമാക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം അത് വെറും വിഡ്ഢിത്തരമാണെന്നാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കോർ കമ്മിറ്റി യോഗത്തിൽ സുരേന്ദ്രനും മുരളീധരനും ചേർന്ന് വളരെ നിശ്ചിതമായ വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തിയത്. ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയെന്നും ഹിന്ദുത്വമാണ് BJP എന്ന പാർട്ടിയുടെ അടിസ്ഥാന ആശയം, അത് മറന്നുപോയാൽ ഹിന്ദു വോട്ടുകൾ CPM കൊണ്ടുപോകുമെന്നും സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തുന്നതിൽ BJPയുടെ പ്രസിഡന്റ് പരാജയപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം CPM ശക്തമാക്കും, BJP വികസനം മാത്രം പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ CPM കൊണ്ടുപോകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും UDFും തമ്മിലുള്ള ബന്ധത്തിനെതിരെ ശക്തമായ പ്രചരണം നടത്തണമെന്നും സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരനെ ഓർമ്മപ്പെടുത്തി. കോർപ്പറേറ്റ് എന്ന നിലയിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ നിന്നാൽ പ്രവർത്തകരുടെ ആത്മവിശ്വാസം ചോർന്ന് ഇല്ലാതാകുമെന്നും പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്നും മുരളീധരനും ആഞ്ഞടിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇരുവരും ചേർന്ന് വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. വികസനം മാത്രം ഇവിടെ പറഞ്ഞിരുന്നാൽ കേരളത്തിൽ വോട്ട് കിട്ടില്ലെന്നും കോർപ്പറേറ്റ് രാഷ്ട്രീയം കേരളത്തിന് പുറത്തേ ചെലവാകുള്ളൂവെന്നും ഇവർ രാജീവ് ചന്ദ്രശേഖരനെ ഓർമ്മപ്പെടുത്തി. ആ അധ്യക്ഷന്റെ ശൈലിക്കെതിരെ പാർട്ടിയിലെ അമർഷമാണ് കോർ കമ്മിറ്റിയിൽ മുഴുവനും ഉയർത്തിയത്. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് നിലമ്പൂരിൽ നടത്തിയ പരീക്ഷണം വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല, അമ്പേ പരാജയപ്പെട്ടതിൽ വലിയ പ്രശ്നങ്ങളാണ് അവർ സൃഷ്ടിച്ചത്. പാർട്ടിയിൽ ഒരു കൂടിയാലോചനകളും നടക്കുന്നില്ല, പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇവിടെ നടക്കുന്നതെന്നും മുരളീധരനും സുരേന്ദ്രനും ആഞ്ഞടിച്ചു. മഹിളാ മോർച്ച, യുവമോർച്ച ഇവരുടെയൊക്കെ ഭാരവാഹികളെ കണ്ടെത്താൻ നടത്തിയ ടാലന്റ് ഹണ്ടിനെതിരെയും ഇവർ അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. വികസനം മാത്രം പറഞ്ഞിങ്ങനെ ഇരുന്നാൽ ഇവിടെ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ നേതൃയോഗത്തിലേക്ക് ഇവരെ മുരളീധരനെയും സുരേന്ദ്രനെയും ക്ഷണിക്കാതെയും കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉണ്ടായി കോർ കമ്മിറ്റിയിൽ. അങ്ങനെ BJPയിൽ സുരേന്ദ്രനും മുരളീധരനും സംഘടിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനെ തല്ലിച്ചതക്കാനായിരുന്നു ഇന്നത്തെ തീരുമാനം, ആശയങ്ങൾ കൊണ്ട്. പക്ഷേ കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ കൂടെ ചേർന്ന് അധ്യക്ഷൻ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയും കണ്ടു. കൃഷ്ണദാസ് പക്ഷം പുതിയ അധ്യക്ഷനൊപ്പം നിലയുറപ്പിച്ചതോടെ മുരളീധരൻ വിഭാഗത്തിന് ചെറിയ അമർഷമുണ്ടായി. പുതിയ ഭാരവാഹി പട്ടികയിൽ അങ്ങനെ കൃഷ്ണദാസ് പക്ഷത്തിന് കൂടുതൽ പരിഗണന നൽകുമെന്ന അഭ്യൂഹവും പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ ഒന്നാക്കാൻ വന്ന അധ്യക്ഷൻ പാർട്ടിയെ രണ്ടാക്കി സ്ഥലം വിടും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു.